നമ്മൾ ഏകദേശം ഒരു ഹൈ ലെവൽ റിക്വയർമെന്റ് എല്ലാം സെറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ പലരുമായിട്ട് നമ്മൾ ഐഡിയാസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എൻജിനീയേഴ്സുമായിട്ടും കോൺട്രാക്ടേഴ്സുമായിട്ടും പരിചയമുള്ളവരും ഇല്ലാത്തടത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കയറിയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കും എന്താണ് അവരുടെ അഭിപ്രായം. അപ്പൊ നമ്മൾ പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിക്വയർമെന്റ് കുറച്ച് വിചിത്രമാണല്ലോ. അതുകൊണ്ട് ആർക്കും വലിയ താല്പര്യമില്ല. എല്ലാവരും പഴയ ഇപ്പൊ ഒരു 10-40 കൊല്ലം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന അതേ ടൈപ്പ് വീടുകളൊക്കെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. അത് ഇനി മുൻപോട്ട് അവർ ചെയ്യുമായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ തലതിരിഞ്ഞ പ്ലാൻ, ഞങ്ങൾ പറയുന്ന പ്ലാൻ ചെയ്യാൻ അവർക്കൊരു താല്പര്യമില്ല. താല്പര്യമില്ല ഇൻ ദ സെൻസ് അവരുടേതായ രീതിയിൽ നമ്മുടെ പ്ലാനുകളെ മാറ്റിമറിക്കും. ഇപ്പൊ ഞങ്ങൾ കാർ പോർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തിനാ വെറുതെ കുട്ടികളെ നിങ്ങൾ ഇത്ര സ്ക്വയർ ഫീറ്റ് കളയണത്, അത് നിങ്ങൾക്ക് ഒരു റൂമാക്കിയ 4 റൂമാവില്ലേ എന്നാണ് ഒരാൾ ആദ്യമേ ചോദിച്ചത് കേട്ടോ. നമ്മൾ റിക്വയർമെന്റ് ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ശരിയാണ്, അവരുടെ നല്ലതും ചീത്തതൊക്കെ നമ്മൾ എടുക്കണമെങ്കിലും ഫുൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയാ. ഇപ്പൊ മഴവെള്ള സംഭരണിയുടെ കാര്യമാണ് വെച്ചാൽ എന്തിനാ അത്, നിങ്ങൾക്കൊരു കിണർ കുഴിച്ചാൽ പോരെ, നിങ്ങൾക്കൊരു ബോർവെൽ അടിച്ചാൽ പോരെ, അങ്ങനെയാണ് ഫസ്റ്റ് ചോദ്യം വരിക. നമ്മുടെ റിക്വയർമെന്റ്സ് അവരങ്ങനെ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ. അതായത് അതിനെ അവര് ഒന്നുമില്ലെങ്കിൽ അതിനെ മാറ്റി കളയുക, അല്ലെങ്കിൽ അത് അവരുടേതായ രീതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കോമൺ, അത് നമുക്കൊരു തീരെ ഒട്ടും സുഖകരമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ അപ്പൊ തന്നെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ പറയുന്നവരെയൊക്കെ നമ്മൾ അപ്പൊ തന്നെ ഡ്രോപ്പ് ചെയ്ത് പോയി. പക്ഷെ നമുക്ക് എന്നാലും നല്ലൊരു ആളെ കിട്ടണല്ലോ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളപ്പോ ഒരു ഹൈ ലെവൽ ആയിട്ടല്ലോ ആദ്യം മുതലേ ഈ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. ഒപ്പം മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്തു, അവരുടെ അഭിപ്രായങ്ങൾ എടുത്തു. ഇങ്ങനെ കുറെ ആൾക്കാരെ കട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു പോളിസി എന്താ വിചാരിച്ചാൽ അറിയണ ആൾക്കാരായിട്ട് ഒരു ഡീലിങ്സിന് നിൽക്കരുത് എന്നുള്ളതാണ്. അതിപ്പോ ഏത് മേഖലയിലുള്ള ആൾക്കാരായാലും നമ്മൾ അറിയണോരനുസരിച്ച്, പ്രത്യേകിച്ച് സുഹൃത്തുക്കള് ബന്ധുക്കള് അവര് ചെയ്യുന്ന ഇതിൽ നിന്ന് നമ്മൾ സർവീസസ് എടുക്കാൻ പരമാവധി ഒഴിവാക്കാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഈസ് വർക്ക്, ഫ്രണ്ട്ഷിപ്പ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. അത് രണ്ടും തമ്മിലൊരു മിക്സ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. അതിലേക്ക് ഞങ്ങളവിടെ ഇറങ്ങാറില്ല. കാരണം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ നമ്മൾ ചിലപ്പോ വർക്കിൽ നമ്മളൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ആയിട്ട് പറയും. അപ്പൊ അത് നമ്മളൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ ആണെങ്കിൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അവരത് എക്സ്പെക്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് വേണ്ടാത്തോണ്ട് നമ്മൾ പൊതുവെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒഴിഞ്ഞു മാറിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യാറ്. നമ്മളിങ്ങനെ ഈ ഒരു പ്ലാനും ഇതൊക്കെ ആയപ്പോ പിന്നെ എന്താ പറയാ, ഒരു ആളെ കണ്ടുപിടിക്കണല്ലോ. നമ്മളിങ്ങനെ പലതും യൂട്യൂബിൽ നിന്നുള്ള പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പൊ പലരുടെയും ഡേറ്റ് മിസ്മാച്ച്, അത് നമുക്ക് കുറച്ചൊക്കെ വർക്ക്ഔട്ട് ആവും തോന്നി. അവരുടെയൊക്കെ നോക്കി, അവരുടെയൊക്കെ ഡേറ്റ് മിസ്മാച്ച്, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് ഒരാളുടെ സെർച്ചിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.